നമസ്കാരം. നേരത്തെയുള്ള നിലപാട് തന്നെയാണ്. ആഗോള പോർട്ടുകളുമായിട്ട് വേണം അനന്തപുരി പോർട്ടിനെ ഒരു താരതമ്യത്തിന് വിധേയമാക്കുവാൻ. സെലികമെന്ററി ആരംഭിക്കുന്നു. ഓരോ മാസവും സെലികമെന്ററിയുടെ ഒരു സുഹൃത്ത് പോർട്ടുകളുടെ സ്ഥാനത്ത് TRV എവിടെ എത്തി എന്നുള്ള കണക്ക് അയച്ചു തരാറുണ്ട്. എല്ലാം ഇന്ത്യയിലെ പോർട്ടുകളുമായിട്ടുള്ള താരതമ്യമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സെലികമെന്ററി പറഞ്ഞിട്ടുണ്ട്, വിമാക്കിന്റെയും പലപ്പോഴുമുള്ള നിലപാട് അത് തന്നെയാണ്. ഒരിക്കലും ഇന്ത്യയിലെ ഒരു പോർട്ടുമായിട്ട് അല്ല TRV താരതമ്യം ചെയ്യേണ്ടത്, മത്സരിക്കേണ്ടത്. അന്തർദേശീയ പോർട്ടുകളുണ്ട്. നമ്മുടെ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയാവുന്ന ചില പോർട്ടുകളുണ്ട്. സിംഗപ്പൂർ, ഷാങ്ഹായ് തുടങ്ങിയ പോർട്ടുകളാണ്. അവയുമായിട്ടൊക്കെ മത്സരിച്ച് അവരോടൊപ്പം എത്തുക, അവരെ കവച്ചു വെക്കുക എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഒരു കണക്ക് ലഭ്യമായി. പല സമുദ്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു റീജിയനുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഷിപ്മെന്റുകൾ ഏറ്റവും കൂടുതൽ എവിടെയാണ് നടക്കുന്നത് എന്നുള്ള ആ പട്ടികയിൽ ഇന്ത്യൻ ഓഷ്യനിലെ ട്രാൻസ്ഷിപ്മെന്റ് എന്നുള്ള ഗണത്തിൽ 4 പോർട്ടുകളെയാണ് അവർ പരിഗണിച്ചിരിക്കുന്നത്. കൊളംബോ, ട്രിവാൻഡ്രം, അടിയറ സിംബൽ. അവർ വിഴിഞ്ഞമെന്ന പേരല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ട്രിവാൻഡ്രം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൊളംബോ, ട്രിവാൻഡ്രം, മുണ്ട്ര, ഹമ്പൻടോട്ട 4 പോർട്ടുകളാണ് ട്രാൻസ്ഷിപ്മെന്റ് ഇനത്തിൽ ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്ന ഒരു റീജിയന്റെ ഒരു കണക്കിലാക്കുമ്പോൾ 4 പോർട്ടുകളാണ് ട്രാൻസ്ഷിപ്മെന്റ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ തന്നെ 1ാം സ്ഥാനം പതിവ് പോലെ അറിയാമല്ലോ, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കൊളംബോയ്ക്കാണ്. 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പോർട്ടുമായിട്ട് അത്ര പെട്ടെന്ന് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്നാലും പിടിച്ചു നിൽക്കുക മാത്രമല്ല, പിന്നിലാക്കുക തന്നെ ചെയ്യും എന്നുള്ളത് വളരെ നാളുകൾക്ക് മുമ്പെടുത്ത ദൃഢനിശ്ചയമാണ്. പക്ഷെ കുറച്ച് സമയം വേണം, ബ്രീത്തിങ് ടൈം ആവശ്യമുണ്ട്. രണ്ടാമത് ഇന്ത്യയിലെ തന്നെ മുണ്ട്രയാണ്. ട്രാൻസ്ഷിപ്മെന്റിൽ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് മുണ്ട്ര തന്നെയാണ്. മൂന്നാമത് 2010 ആരംഭിച്ചതാണ് ഹമ്പൻടോട്ട. ശ്രീലങ്കയിലെ ഹമ്പൻടോട്ട 2010, അതും ബലവാനായ ചൈനയുടെ സംരക്ഷണത്തിൽ വളർത്തിക്കൊണ്ടുവന്ന പോർട്ടാണ്. കേവലം 1 വർഷത്തെ മാത്രം പഴക്കമുള്ള TRV ഹമ്പൻടോട്ടയെ പിന്നിലാക്കി 3ാം സ്ഥാനം പിടിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെ 4 ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടുകളുടെ കൂട്ടത്തിൽ TRV 3ാം സ്ഥാനത്തുണ്ട്. ക്രമേണ 1ാം സ്ഥാനത്ത് എത്തുകയാണ് ലക്ഷ്യം. ഇവിടെ പറയാതെ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യയിൽ വേറെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടും ഇല്ല. ഇന്ത്യൻ ഓഷ്യനിൽ ഈ 4 അല്ലാതെ വേറെ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടുകൾ ഇല്ല. ഉണ്ടെന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ലോകം അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി. ഇനി സെലികമെന്ററിയുടെ സുഹൃത്ത് ട്രിവാൻഡ്രം ട്രക്കത്തോണിന് വേണ്ടി അയച്ചു തന്ന ഒരു കണ്ടെയ്നർ ട്രക്ക് ചെയ്തപ്പോൾ നമുക്ക് പഠിക്കാവുന്ന ചില പാഠങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്നു. കണ്ടെയ്നർ ഒറിജിനേറ്റ് ചെയ്തത് പോർട്ട് ഓഫ് മനില. നമ്മൾ അധികം ചർച്ച ചെയ്യാത്തൊരു പോർട്ടാണ് ഫിലിപ്പീൻസിലെ മനില. മനിലയിൽ നിന്ന് നമ്മുടെ മുമ്പിലൂടെ സൗദി അറേബ്യയിലോട്ട് പോയ ഒരു കണ്ടെയ്നറാണ് ട്രക്ക് ചെയ്യാൻ പറ്റിയത്. 24/5 തുടങ്ങി 1/7/25 ഏകദേശം 39 ദിവസത്തെ ട്രാൻസ്ഷിപ്മെന്റും യാത്രയും ഒക്കെ ചേരുന്നതാണ് ആ കണ്ടെയ്നറിന്റെ കഥ. ഇവിടെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് നടന്നിട്ടുണ്ട്. ആ ട്രാൻസ്ഷിപ്മെന്റ് ഷെക്കോ എന്ന് പറയുന്ന ചൈനയിലെ ഒരു പോർട്ടിലായിട്ടാണ്. മനിലയിൽ നിന്ന് ഏകദേശം 659 നോട്ടിക്കൽ മൈൽ കിഴക്കോട്ട് പോയി, ബാക്കിലോട്ട് പോയെന്ന് പറയാം. അപ്പൊ നമ്മൾ നമ്മുടെ ഒരു തുറമുഖം പൂർത്തിയാക്കി വെച്ചിരിക്കുമ്പോൾ, പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ റഡാറിൽ പെടുത്തേണ്ട രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഫിലിപ്പീൻസും വരുന്നു. സംശയമൊന്നുമില്ല. തായ്ലൻഡും തായ്വാനും ഫിലിപ്പീൻസും മലേഷ്യയും ഒക്കെ വരുന്നതാണ് നമ്മുടെ റഡാർ.
അങ്ങനെയാണെങ്കിൽ ഫിലിപ്പീൻസിന്റെ കണ്ടെയ്നർ എന്തുകൊണ്ട് TRVL ട്രാൻസ്ഷിപ്മെന്റ് നടത്തിക്കൂടാ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ദൂരമൊക്കെ കൂടുതലാണ്, എന്നാലും ബാക്കിലോട്ട് പോയി ട്രാൻസ്ഷിപ്മെന്റ് നടത്തുന്നതിനേക്കാൾ നല്ലത് സൗദിയിലോട്ട് പോകേണ്ട ഒരു കപ്പൽ നമ്മുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ട്രാൻസ്ഷിപ്മെന്റ് എന്തുകൊണ്ട് ഇവിടെ നടത്തുന്നില്ല എന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനെന്താണ് വേണ്ടത്? എന്തുകൊണ്ട് ചൈനയിൽ പോയെന്ന് നമ്മൾ പഠിക്കണം. കാരണം കൂടുതൽ കാർഗോ ഇന്ന് ചൈനയ്ക്കാണുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോയാൽ ചൈനയുടെ കാർഗോയും കൂടെ എടുത്ത് സൗദി അറേബ്യയിലോട്ട് പോകാം. അല്ലെങ്കിൽ ആദ്യം പോയത് സലാലയിലാണ്. സലാലയിൽ പോയിട്ടാണ് പിന്നീട് ദമാമിലോട്ട് പോകുന്നത്. അപ്പോൾ ഷെക്കോ എന്ന് പറയുന്ന ചൈന പോർട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് അവർക്കൊന്ന് ഒരു വീണ്ടും വിചാരത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിൽ TRVയിലും ഇപ്പോൾ ചരക്കുണ്ട്, കാർഗോയുണ്ട് എന്ന് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതിന് നമുക്ക് വലിയ റോളുണ്ട്. ഇവിടെ ഈ ട്രാൻസ്ഷിപ്മെന്റിന് വേണ്ടി നടത്തിയത് 659 നോട്ടിക്കൽ മൈൽ കിഴക്കോട്ട് പിന്നിലോട്ട് പോയെങ്കിൽ അത് മുന്നിലോട്ട് വന്നിരുന്നെങ്കിൽ സിംഗപ്പൂർ എന്ന് പറയുന്നത് 1341 നോട്ടിക്കൽ മൈലാണ്. അപ്പോ 659 കൂടി ഫ്രണ്ടിലോട്ട് വന്നിരുന്നെങ്കിൽ സിംഗപ്പൂർ യാത്ര അത്രയും കുറയും. ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് 659 പിന്നിൽ പോയി, വീണ്ടും സിംഗപ്പൂരിൽ 1341, അങ്ങനെ ഏകദേശം 2000 നോട്ടിക്കൽ മൈൽ സഞ്ചാരത്തിലൂടെയാണ് സിംഗപ്പൂരിൽ എത്തിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഫിലിപ്പീൻസ് ആയാലും ഇന്തോനേഷ്യ ആയാലും തായ്ലൻഡ് ആയാലും തൈവാൻ ആയാലും ഒക്കെ അവിടെ ഇരിക്കുന്ന കാർഗോ, എൻ്റെ ഒരു സുഹൃത്തുണ്ട് വിജയകുമാർ, അദ്ദേഹം ചൈനയിൽ ഇരിക്കുന്നവരുമായിട്ടാണ് നിരന്തര സംസർഗം. അപ്പൊ ഇവരെയൊക്കെ ഈ ട്രാൻസ്ഷിപ്മെന്റിന്റെ ആനുകൂല്യം നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ കാർഗോയൊക്കെ ഇങ്ങോട്ട് ട്രാൻസ്ഷിപ്മെന്റിന് വേണ്ടി നമ്മുടെ തുറമുഖത്ത് വരും. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മനിലയിൽ നിന്ന് സൗദി അറേബ്യയിലോട്ട് പോയ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് എന്നാണ് ഹാഷിഫ് എന്നോട് പറഞ്ഞത്. നമുക്കും ഏറ്റവും അധികമുള്ളത് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ആണ്. അപ്പൊ അത് അതുപോലെ കയറ്റി വിടാതെ വാല്യൂ അഡീഷൻ നടത്താൻ പറ്റുന്ന ഒരു യന്ത്രം കഴിഞ്ഞ ദിവസം ഒരു എക്സിബിഷനിൽ എനിക്ക് കാണാൻ പറ്റി. നേരത്തെ ഉള്ളതാണ്, നമുക്ക് എല്ലാവർക്കും ആലോചിക്കാവുന്നതാണ്. നമ്മുടെ വാഴപ്പഴവും നമ്മുടെ തേങ്ങയും നമ്മുടെ കശുമാങ്ങയും നമ്മുടെ മാങ്ങയും എല്ലാം ഡീഹൈഡ്രേഷൻ എന്ന് പറയും. അതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് മുഴുവൻ മാറ്റിയിട്ട് അതിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടുന്ന വിദ്യ, ഡീഹൈഡ്രേഷൻ ഡ്രയർ എന്ന് പറയുന്ന ടെക്നോളജി നേരത്തെ ഉള്ളതാണ്. അങ്ങനെയുള്ള ഒരു യന്ത്രം നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയാൽ നമ്മുടെ നാട്ടിലുള്ള പച്ചക്കറി ആയാലും പഴവർഗ്ഗങ്ങളായാലും സംരക്ഷിച്ച് അതിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടി ആദ്യം നമുക്ക് ഇന്റേണൽ മാർക്കറ്റിൽ തന്നെ വിപണനം നടത്താം. ഇങ്ങനെ ഡീഹൈഡ്രേഷൻ നടത്തി ആ ടെക്നോളജിയിലൂടെ വരുമ്പോൾ അതിന്റെ വില, ഫിഗി, ഞാൻ ഒരു ഷോപ്പിൽ പോയപ്പോൾ ഫിഗ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്, അതിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വില ഏകദേശം കിലോയ്ക്ക് 400 രൂപയാണ്. അത് ഈ ഡീഹൈഡ്രേഷൻ പ്രോസസ്സിലൂടെ മാറ്റി കഴിഞ്ഞപ്പോൾ വിൽക്കുന്നത് 1500-നല്ല 1499 രൂപയ്ക്കാണ് ഒരു കിലോ. അപ്പോ ഒന്ന് വെയിറ്റ് കുറയുമ്പോൾ, ജലാംശമൊക്കെ കുറയുമ്പോൾ അതിന്റെ ഇത് കുറയും, അതിന്റെ തൂക്കം കുറയും. ഒരു 3 കിലോ 4 കിലോ എടുത്താലായിരിക്കും 1 കിലോ കിട്ടുന്നത്. എന്നാൽ പോലും വലിയ കുഴപ്പമില്ലാത്ത ഒരു ലാഭത്തിൽ വിൽക്കാൻ കഴിയുന്ന ഒരു ടെക്നോളജിയാണ് ഈ ഡീഹൈഡ്രേഷൻ ഡ്രയർ. അപ്പൊ നമുക്ക് വലിയ റോക്കറ്റ് സയൻസിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഇത്തരം സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് ലഭ്യമായ പഴവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ്, ഇവയൊക്കെ ഈ ഡീഹൈഡ്രേഷൻ ടെക്നോളജിയിലൂടെ വാല്യൂ അഡീഷൻ നടത്തിയാൽ നമുക്ക് കാർഗോ ജനറേറ്റ് ചെയ്യാൻ പറ്റും. മനിലയിൽ ഇരിക്കുന്ന കാർഗോ ചൈനയിൽ പോകുന്നതിന് പകരം TRVയിൽ വന്ന് ട്രാൻസ്ഷിപ്മെന്റ് നടത്തി സൗദി അറേബ്യയിലും ഗൾഫിലോട്ടും പോകാൻ പറ്റുന്ന ഒരു മാർഗം നമ്മൾ പരീക്ഷിക്കേണ്ട സമയം ആയിരിക്കുന്നു. നിരവധി തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ സംസ്ഥാനത്തിന്റെ അജണ്ട തീരുമാനിക്കുന്നത് ജനങ്ങളാണ്, ഗവൺമെന്റ് അല്ല. ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പിൽക്കാലത്ത് ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളായിട്ടും പ്രകടന പത്രികയിലും ബജറ്റിലും ഒക്കെ കടന്നു വരും. ബജറ്റിൽ കടന്നു വരുന്നത് സാധിച്ചെടുക്കേണ്ടതും ജനങ്ങളുടെ കടമയാണ്. ഇവിടെ തുറമുഖത്തിന് വേണ്ടി, തുറമുഖത്തിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക്, വ്യവസായങ്ങൾക്ക് വേണ്ടി ഭൂമി എടുക്കാൻ പറഞ്ഞിട്ട് ഒരു തുണ്ട് ഭൂമി പോലും കേരള സർക്കാർ എടുക്കാത്ത സാഹചര്യത്തിൽ തലസ്ഥാനത്തെ രണ്ട് സംഘടനകൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഒന്ന് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സ്, ലാൻഡ് കണ്ടെത്തി ഇൻവെസ്റ്റേഴ്സിന് നൽകാൻ പറ്റുന്ന തരത്തിൽ ഒരു സംവിധാനം അവർ രൂപപ്പെടുത്തി. രണ്ടാമത്തത്
ട്രിവാൻഡ്രം ഇന്ത്യൻ എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ ചെറുപ്പക്കാരാണ്. അവരും രംഗത്ത് വന്നിട്ട് ഭൂമി ലഭ്യമായ ഇടങ്ങൾ കണ്ടെത്തി ആവശ്യക്കാരുമായി ബന്ധപ്പെടുത്തി കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അവരും രൂപപ്പെടുത്തി. അപ്പൊ സർക്കാർ ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി കാത്തു നിൽക്കാതെ ജനങ്ങൾ തന്നെ ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ട്രിവാൻഡ്രം ഇന്ത്യന്റെ ഏറ്റവും ഒടുവിലത്തെ നടപടിയിലൂടെ സർക്കാരിനെ ജനങ്ങൾ പഠിപ്പിക്കുന്നത്. അതിൽ പലരും സെയിലിംഗ് കമ്പനിയെ തന്നെ കോണ്ടാക്ട് ചെയ്തു. അവരുടെ സ്ഥലങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, വിൽക്കാൻ പറ്റുമോ, ജോയിന്റ് വെഞ്ചറിന് കൊടുക്കാൻ പറ്റുമോ, വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുമോ തുടങ്ങിയ അന്വേഷണവും വന്നു തുടങ്ങി. അപ്പൊ ഗവൺമെന്റ് ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങൾക്ക് പ്രശ്നമല്ല. ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യും. അതിന് ചുറുചുറുക്കുള്ള ട്രിവാൻഡ്രത്തെ ചെറുപ്പക്കാർ ട്രിൻഫ്ര എന്ന് പറയുന്ന പുതിയ ഒരു പ്ലാറ്റ്ഫോമിന് ജന്മം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവർ ഈ നാടിനെ ഡ്രൈവ് ചെയ്യും എന്നുള്ളതാണ് പുതിയ ശുഭാപ്തി വിശ്വാസം. ഇനി വന്നുപോയ കപ്പലുകൾ. സൈനിങ് ഓഫ് എലിയാസ് ജോൺ.